ചെമ്പനീർപ്പൂ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. സുധിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണല്ലോ. അങ്ങോട്ടേക്ക് ശ്രീകാന്തും സുധിയും ഓടി വരുന്നുണ്ട്. സുധി ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛൻ എന്താ പറ്റിയേ? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് അമ്മ പറയാം. രേവതി പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. ശ്രീകാന്ത് പറയുകയാണ്, അച്ഛന് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എന്താ പറ്റിയേ? സച്ചി പറയുന്നുണ്ട്, അത് നിൻ്റെ ഭാര്യയോട് ചെന്ന് ചോദിക്ക് എന്ന് പറയാണ്. ശ്രീകാന്ത് ചോദിക്കുന്നത്, അവളെന്താ ചെയ്ത്? രേവതി പറയുന്നുണ്ട്, സച്ചിട്ടാ മിണ്ടാതിരിക്കും, ഹോസ്പിറ്റലിലാ. സച്ചി പറയാം, അവൾ എന്ത് പണിയാണ് ചെയ്ത്? സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ അടുത്ത് നിങ്ങൾ ഒന്ന് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച കാരണം അച്ഛൻ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നത്. ഇപ്പം വീണ്ടും കിടക്കുന്നത് നിൻ്റെ ഭാര്യ കാരണം. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ എന്തായി പറയുന്നത്? വർഷ എന്താ ചെയ്തേ? അവളൊരു നല്ല കാര്യം ചെയ്തു, അതാ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത്. സുധി ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛൻ എന്താ പറ്റിയേ? അമ്മ പറയുകയാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി എന്നാ പറഞ്ഞു. എങ്ങനെ? സച്ചി പറയുന്നത് ശ്രീകാന്തിൻ്റെ അടുത്ത്, നിൻ്റെ ഭാര്യ കാണിച്ച മണ്ടത്തരം കാരണം അച്ഛനെ ഈ അവസ്ഥയായത്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ നടന്നേ? വർഷ എന്താ ചെയ്ത് എന്ന് പറ. സച്ചി പറയുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ടല്ലേ നിനക്ക്? നിങ്ങൾ രണ്ടിനെയും വീട്ടിൽ കയറ്റിപ്പോയതാ തെറ്റായി. സച്ചി പറയുന്നുണ്ട്, അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ കാരണം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ മനുഷ്യനായിരിക്കില്ല എന്ന്. സച്ചി ശ്രീകാന്തിനടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയും കൂട്ടി നീ എവിടെയെങ്കിലും പോ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ശ്രീകാന്ത് ചോദിക്കുകയാണ്, ഞങ്ങളെന്തിനാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? അതിന് മാത്രം വർഷം എന്താ ചെയ്തത്? അപ്പോൾ രേവതി പറയുകയാണ്, കൊതുകിനടിക്കുന്ന സ്പ്രേ വീട് മുഴുവനും അടിച്ചു. അവളേത് അടിക്കണ്ടെന്ന് പറഞ്ഞതാ. വീട് മുഴുവനും കുറേ അടിച്ചിരുന്നു, അതാ അച്ഛൻ ഇങ്ങനെയൊക്കെ വന്ന്. അമ്മ പറയാണ്, ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല. എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയാണെങ്കിൽ. അച്ഛൻ പറയാണ്, സംഭവിക്കുമായിരുന്നു, രേവതി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ. അമ്മ പറയാണ്, ആ പെണ്ണ് ആര് പറഞ്ഞാലും കേൾക്കില്ല. ശ്രീകാന്തേ നീ കുറച്ച് ബുദ്ധി പറഞ്ഞു കൊടുക്കണേ. സച്ചി പറയാണ്, അച്ഛനും കൂടുതലായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീയും നിൻ്റെ ഭാര്യയും ഹോസ്പിറ്റലിൽ കിടന്നേനെ. രേവതി വിളിക്കുന്നുണ്ട്, സച്ചേട്ടാ ഹോസ്പിറ്റൽ ബില്ല് അടച്ചോ? ഇല്ല. പെട്ടെന്ന് അടക്കി പോകണ്ടേ? 17,000 രൂപ അടയ്ക്കണം. രേവതി പറയാണ്, കുറേ ടെസ്റ്റൊക്കെ നടത്തിയിരുന്നല്ലോ, അതായിരിക്കും ഇത്ര ബില്ല്. ഏതെങ്കിലും ബാങ്കിനെ ബ്രാഞ്ച് തുറന്നു കാണും, എൻ്റെ ഈ താലിമാല പണയം വെച്ചോ. രേവതി പറയാം.